നമ്മൾ കാണുമ്പോൾ സിനിമ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ മുന്നിൽ പൊളിറ്റിക്സ് ഇല്ല. നവാഗത സംവിധായകൻ നല്ല പെർഫോമൻസ്. അയാളെ ആസ് എ ന്യൂ ഡയറക്ടർ ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത് അതിഗംഭീരമായിട്ടുണ്ട്. ഗതിയിൽ ഈ സിനിമാ മേഖലയും ജൂറിയും ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നൊക്കെ ആക്ഷേപം പൊതുവിൽ ഉണ്ടതാണ്. അപ്പൊ അതിനിടയിലാണ് 370 എന്ന ആർട്ടിക്കിൾ 370 അവാർഡ് കിട്ടുന്നു. നവാഗത സംവിധായകന് സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വിമർശനം വരുമെന്നൊരു ഇതുണ്ടോ ജൂറിക്ക്? നമ്മൾ കാണുമ്പോൾ സിനിമ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ മുന്നിൽ പൊളിറ്റിക്സ് ഇല്ല. കാരണം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ കൂടെയുള്ള 10 പേരും കണ്ടത് സിനിമ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു ആ സിനിമ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു നവാഗത സംവിധായകൻ്റെയാണ് ആർട്ടിക്കിൾ 370 അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ. അതിൽ തന്നെയാണ് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമരനും വളരെ ഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമയാണ്. നമ്മുടെ വികാരം അല്ലെങ്കിൽ ഒരു അനുഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് വളരെ വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം കണ്ടു അമരൻ. അതുപോലെ ക്യാപ്റ്റൻ മില്ലറും നല്ലൊരു പെർഫോമൻസുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല പെർഫോമൻസ്. അയാളെ ആസ് എ ന്യൂ ഡയറക്ടർ ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത് അതിഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് അതിനു വേണ്ടി എടുത്ത സ്ട്രെയിൻ, അതായത് നമ്മുടെ സെല്ലുലാർ ജയിലിലും അതുപോലെ ആ ഒരു കാലം മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുഴുവൻ റീക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് വരെ ഈ ആർട്ടിക്കിൾ 370 വേഴ്സസ് ബ്രഹ്മയുഗം എന്നുള്ളതായിരുന്നു ഒരു അങ്ങനെ ഞാനത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നമ്മളെ ആദ്യത്തെ ഈ ഒരു ജൂറിയായിട്ട് വരുമ്പോൾ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ഇതിലുണ്ടായിരുന്ന ഡിസ്കഷൻ എന്തായിരുന്നോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയാൻ പാടില്ല. പക്ഷേ കിഷ്കിന്ധാകാന്ഡം പരിഗണിക്കപ്പെടും പല മേഖലകളിൽ എന്നൊരു പ്രതീക്ഷ. കിഷ്കിന്ധാകാന്ഡം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫൈനൽ റൗണ്ടിൽ എല്ലാ പ്രത്യേകിച്ചും തിരക്കഥ, അതുപോലെ സംവിധാനം, എഡിറ്റിംഗ് എല്ലാ സെഗ്മെന്റിലും പരിഗണിച്ചിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നൊരു കാര്യം. കാരണം ബ്രഹ്മയുഗവും കിഷ്കിന്ധാകാന്ഡവും മഞ്ഞുമൽ ബോയ്സും അതുപോലെ ഫെമിനിസ്റ്റ് ഫാത്തിമ എല്ലാം ഈക്വലി നിൽക്കുകയാണ് മറ്റ് സിനിമകളുടെ കൂടെ. മഞ്ഞുമൽ ബോയ്സിന് എന്താണ്, എങ്ങനെയാണ് അതിൽ പരിമിതി വന്നതെന്നുള്ള? പരിമിതികളൊന്നുമില്ല, എല്ലാം ഈക്വലി ഗുഡാണ്. അപ്പൊ അതിൽ നിന്ന് എല്ലാ നല്ലതിൽ നിന്ന് ഒരു നല്ലത് എടുക്കുക എന്നുള്ളതാണല്ലോ. പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവാർഡ് ലഭിക്കുന്നത് ഒരു പരാതി കേരളത്തിൽ നിന്നാണ് വ്യാപകമായി വരുന്നത്. ഒരു മലയാളത്തിൽ നിന്നൊരു സംവിധായകൻ ജൂറി ചെയർമാൻ ആവുമ്പോൾ അത്തരം സിനിമകൾക്ക് അവാർഡ് ലഭിക്കുന്നത് വീണ്ടും സാറിനെതിരെ ഒരു വിമർശനമായി മാറാൻ സാധിക്കും. ഞാൻ എൻ്റെ ആസ് എ ജൂറി ചെയർമാൻ ഞാനും എൻ്റെ കൂടെയുള്ള 10 മെമ്പേഴ്സും ഞങ്ങൾ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഓരോ മേഖലകളിലും ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ളവരാണ് ഇതിനകത്തുള്ള മറ്റ് മെമ്പേഴ്സും. എല്ലാവരും പല സ്ഥലത്തു നിന്നും വന്നിരുന്നു. പക്ഷെ എല്ലാവരുടെയും മുന്നിലുള്ളത് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൻ്റെ അകത്ത് ഒരാൾ വിചാരിച്ചാലോ 1-2 പേര് വിചാരിച്ചാലോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയാസ് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എൻ്റെ വിശ്വാസം.